വെറും 56 ലക്ഷം രൂപയ്ക്ക് 3ഓളം കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാൻ സൗകര്യത്തോടു കൂടിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട്ടുവിശേഷമാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വിശേഷങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. വീഡിയോയിലേക്ക് കിടക്കുന്ന ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടിയുള്ള ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ ഇതുപോലുള്ള വീഡിയോകൾ ദിവസവും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് വീണ്ടും കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. മനോഹരമായ ഒരു ലൊക്കേഷനിലാണ് കേട്ടോ. ധാരാളം വീടുകളെല്ലാമുള്ള നല്ലൊരു ലൊക്കേഷനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 2018-19 കാലഘട്ടത്തിലെ ഫ്ലഡ് ബാധിക്കാത്ത നല്ലൊരു ലൊക്കേഷനാണ്. ഈ വീട് വരുന്നത് 3 സെൻറ്റ് 600 ലെങ്സിലാണ്. 1500ഓളം സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം പ്ലസ് യൂട്ടിലിറ്റി ആൻഡ് വർക്ക് ഏരിയ സൗകര്യത്തോടു കൂടിയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ലൊക്കേഷൻ വരുന്ന എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പുക്കാട്ടുപടിക്ക് അടുത്തായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ഗ്രാമീണ ഹൈവേയിൽ നിന്നും വെറും 300 മീറ്റർ മാത്രം ദൂരത്തായി വരുന്ന ഈ വീട് ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്നും ഏതാണ്ട് ഒരു 2 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. കൂടാതെ ആലുവ ടൗണിലേക്കാണെങ്കിൽ 7 കിലോമീറ്റർ ദൂരം, പുക്കാട്ടുപടി ജംഗ്ഷനിലേക്ക് 2 കിലോമീറ്റർ ദൂരവുമാണ് വരുന്നത്. ചുറ്റും കോമ്പൗണ്ട് വാൾ നൽകിയിട്ടുണ്ട്. സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റും ഈ വീടിന് അവൈലബിൾ ആണ്. 3 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നൽകിയാണ് വീടിൻ്റെ മുറ്റം ഒരുക്കിയിരിക്കുന്നത്. അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം നൽകി തന്നെയാണ് സൈഡ് വശങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ വീടിൻ്റെ വാട്ടർ സോഴ്സിനായി നൽകിയിരിക്കുന്നത് കിണർ വെള്ളമാണ്. KW കണക്ഷൻ നമുക്കിവിടെ ഓപ്ഷനാണ്. തീർത്തും വാസ്തു നിയമപ്രകാരം തന്നെയാണ് വീടിൻ്റെ നിർമ്മാണം. വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ദിക്കിലേക്കാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു സിറ്റ് ഔട്ട് ഈ വീടിന് നൽകിയിട്ടുണ്ട്. 2 പാളികളായാണ് മെയിൻ ഡോർ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെല്ലുന്ന ഗസ്റ്റ് ലിവിംഗ് സ്പേസിലേക്കാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ലിവിംഗ് സ്പേസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ചെറിയ TV യൂണിറ്റ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. സീലിംഗുകളിൽ പ്രൊഫൈൽ ലൈറ്റുകളും LED ലൈറ്റുകളെല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. വലിയ വെട്ടിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിട്ടുള്ളത്. നമുക്ക് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്ക് പോയാൽ ഈ ലിവിംഗ് സ്പേസും ഡൈനിങ് സ്പേസും പാർട്ടീഷൻ എല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു 8-10 പേർ കപ്പാസിറ്റി ഉള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്ക് ഇവിടെയും ചെയ്തിട്ടുണ്ട്. വലിയ വെട്ടിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായും നൽകിയിട്ടുള്ളത്. ഈ ഒരു സ്പേസിൽ നിന്നാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്തായി ഒരു സൈഡിലായി കോർണറിലായി വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നു. വാഷ് കൗണ്ടറിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്തായി ഇൻവെർട്ടർ യൂണിറ്റും മറ്റ് സാമഗ്രികൾ വയ്ക്കാനുള്ള പ്രത്യേക ഷെൽഫുകളെല്ലാം അവൈലബിൾ ആണ്. കിച്ചണാണ് നമ്മൾ ഈ കാണുന്നത്. ധാരാളം കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയ കിച്ചണാണ്. വുഡൻ തീമിലാണ് ഇതിൻ്റെ കിച്ചൻ്റെ കബോർഡ് വർക്കുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിഴക്ക് ദിക്കിലേക്കാണ് കിച്ചൻ്റെ കുക്കിംഗ് ചെയ്യുന്ന ഒരു ഏരിയ വരുന്നത്. മാത്രമല്ല കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയ നിർമ്മിക്കുന്നുണ്ട്. അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. സൈഡ് വശങ്ങളിലെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്ക് നൽകിയിട്ടുണ്ട്. നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂം സൈഡിലേക്ക് പോയാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. ബാത്റൂം അറ്റാച്ച്ഡ് ആയി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. വലിയ വെട്ടിഫൈഡ് ടൈൽസുകളും ഫ്ലോറിങ്ങിനായി നൽകിയിട്ടുണ്ട്. മാത്രമല്ല കബോർഡ് വർക്കുകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിർമ്മിച്ച് നൽകുന്നതാണ്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ മനോഹരമായ ഒരു ബാത്റൂമാണ്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ബാത്റൂം പണി കഴിപ്പിച്ചിരിക്കുന്നത്. 7 വർഷത്തോളം ഗ്യാരണ്ടി ഉറപ്പ് നൽകുന്ന സാനിറ്ററി ഫിറ്റിംഗ്സുകൾ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഫുൾ ലെങ്ത്തിൽ തന്നെ വാൾ ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. സ്റ്റെയർകേസ് ഡൈനിങ് സ്പേസിൽ നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനെ ഈ ഗ്രാനൈറ്റ് ആണ്. ഹാൻഡ് റെയിലിന് GS സ്ക്വയർ ട്യൂബും യൂസ് ചെയ്തിരിക്കുന്നു. നേരെ കയറി ചെല്ലുന്ന അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. മനോഹരമായ ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നു. വാളുകളിൽ പർഗോളകൾ നൽകിയിട്ടുണ്ട്. ഈ ഒരു സൈഡിലായി ഒരു ബെഡ്റൂം നൽകിയിട്ടുണ്ട്. 2 ബെഡ്റൂമുകളാണ് ടോട്ടലായി ഈ ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ സെക്കൻഡ് ബെഡ്റൂം ആണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. ബാത്റൂം ആണെങ്കിലും നല്ല സ്പേഷ്യസ് ആയ ബാത്റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. 7 വർഷത്തോളം ഗ്യാരണ്ടി ഉറപ്പ് നൽകുന്ന സാനിറ്ററി ഫിറ്റിംഗ്സുകൾ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂം ഒന്ന് കാണാം. ഈ ലാസ്റ്റ് ബെഡ്റൂം ആണെങ്കിലും അത്യാവശ്യം വലിപ്പമുണ്ട്. ഇതിലെല്ലാം ഒരു വലിയൊരു കിങ് സൈസ് ബെഡിനാനുള്ള സ്പേസ് നൽകി തന്നെയാണ് ഈ ബെഡ്റൂമുകളെല്ലാം ഒരുക്കിയിരിക്കുന്നത്.
ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അറ്റാച്ച്ഡ് ബാത്റൂമും നൽകിയിട്ടുണ്ട്. ഇതിന് പുറമെ ഒരു യൂട്ടിലിറ്റി സ്പേസും ഒരു ബാൽക്കണിയും നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആണ് കേട്ടോ. ഏതാണ്ട് 3.25 സെൻറ്റ് അടുത്ത് ഒറിജിനൽ ലാൻഡിലാണ് കേട്ടോ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 1500ഓളം സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം പ്ലസ് യൂട്ടിലിറ്റി സ്പേസ് വർക്ക് ഏരിയ ബാൽക്കണി സൗകര്യത്തോടു കൂടി തന്നെയാണ് വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇനി ഈ വീടിൻ്റെ വില ഭാഗങ്ങളിലേക്ക് പോയാൽ വീടിന് ചോദിക്കുന്ന വില 56 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. സൈറ്റ് വിസിറ്റിംഗിന് ഓണറുമായി ഡയറക്റ്റ് സംസാരിക്കാനോ ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാ ബാങ്കുകളിലെയും ലോൺ സൗകര്യം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു പോകാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.